എനിക്ക് പിന്നിൽ കാണുന്ന ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധ മുന്നണിയിലെ കരുത്തിനാണ് S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇത്തരത്തിലുള്ള 4 പ്രധാനപ്പെട്ട വെഹിക്കിൾ ചേർന്നതാണ് ഒരു ക്വാഡ്രൻ എന്ന് പറയുന്ന S-400 ഒരു ഭാഗം. അത്തരത്തിൽ 5 ബില്യൺ കൊടുത്ത അത്തരത്തിൽ 4 ക്വാഡ്രൻസ് ആണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത്. അതിൽ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇതുപോലുള്ള വെഹിക്കിൾസ് ആണ് ഓരോന്നുണ്ടാവുക. അതിനോരോന്നിനും ഓരോ പേരുണ്ട്. അതിൽ ഒന്ന് ലോങ് റേഞ്ച് സർവൈലൻസ് റഡാറാണ്. അതായത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. വളരെ ദൂരത്തുള്ള വസ്തുക്കളെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ, മൂവ് ചെയ്യുന്ന വസ്തുക്കളെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആ സംവിധാനം, ആ റഡാർ. അതിപ്പോൾ ചെറിയ ദൂരമല്ല, 600 കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെ, മൂവിങ് ഒബ്ജക്റ്റുകളെ, അതിപ്പോൾ ഡ്രോൺ ആവാം, അല്ലെങ്കിൽ മിസൈൽ ആവാം, എയർക്രാഫ്റ്റുകളാവാം, ആക്രമിക്കാൻ വരുന്ന എന്തിനേയും ആ രീതിയിൽ ആകാശത്ത് വെച്ച് തന്നെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ ലോങ് റേഞ്ച് സർവൈലൻസ് വെഹിക്കിൾ റഡാർ എന്ന് പറയുന്ന സംവിധാനം. അത്തരത്തിൽ ഒരു വെഹിക്കിൾ. മറ്റൊന്നാണ് ഈ കമാൻഡ് വെഹിക്കിൾ. അതായത് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ റഡാറുകൾ ഉപയോഗിച്ചാണ്, ഇലക്ട്രോണിക്സ് ആണ് അതിൻ്റെ ടെക്നോളജി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ചില ഇൻസ്ട്രക്ഷൻ നൽകിക്കൊണ്ട് തന്നെ ആണ് പ്രവർത്തിപ്പിക്കേണ്ടത്. അതിനായുള്ളൊരു കമാൻഡ് വെഹിക്കിളും ഇതിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് എൻഗേജിങ് റഡാറാണ്. അതായത് ഒരു പെർട്ടിക്കുലർ മൂവിങ് ഒബ്ജക്റ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദിശ എന്താണ്, അതെങ്ങോട്ട് പോകുന്നു, ഏത് വേഗത്തിൽ വരുന്നു, എത്ര മിനിറ്റുകൾ കൊണ്ട്, എത്ര മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എത്തും, ഇതൊക്കെ കൃത്യമായി എൻഗേജ് ചെയ്ത് അതിന് പിന്നാലെ പായുകയും പിന്നാലെ പ്രവർത്തിക്കുകയും അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ എൻഗേജിങ് റഡാർ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കാണുന്ന സംവിധാനമാണ്. ഇതാണ് അതിൻ്റെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നിന്നാണ് മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടുക. അതായത് കൃത്യമായി ഡിറ്റക്ട് ചെയ്ത ആ വസ്തുവിനെ, അത് ഡ്രോൺ ആണെങ്കിലും അല്ലെങ്കിൽ മിസൈൽ ആണെങ്കിലും, അതിനെ തകർക്കാനുള്ള മിസൈലുകൾ അടങ്ങിയതാണ് ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത് മാത്രം സൂചിപ്പിക്കുന്നത്. ഇതാണ് മിസൈൽ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഈ 4 സംവിധാനങ്ങൾ, ഈ 4 വാഹനങ്ങൾ ചേർന്നതാണ് ഒരു ക്വാഡ്രൻ S-400 എന്ന് പറയാം. അത്തരത്തിൽ റഷ്യയിൽ നിന്നും 4 S-400 ആണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുദർശൻ ചക്ര എന്ന പേരിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നതും. ഏത് ഭാഗത്തുനിന്നും, ചൈനയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതും ഈ കരുത്തൻ കൂടിയുള്ളപ്പോഴാണ്. അപ്പോൾ ഇന്ന് സംഭവിച്ചത് എന്താണ്? അത്തരത്തിൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഡ്രോണുകളുടെ ഒരു നിര തന്നെ വരുന്നു. അത് വളരെ ദൂരത്തു നിന്ന് തന്നെ ഈ പറയുന്ന ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ കൃത്യമായി അതിൻ്റെ പാത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലെ എൻഗേജിങ് റഡാർ വെഹിക്കിൾ ഉപയോഗിക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് ഡിറ്റക്ട് ചെയ്ത ശേഷം അതിനെ തകർക്കാനുള്ള മിസൈലുകൾ ഈ ലോഞ്ചർ വെഹിക്കിളിൽ നിന്ന് പിറകെ ഒന്നായി പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു വെഹിക്കിളിൽ, ഒരു ലോഞ്ച് വെഹിക്കിളിൽ 8 മിസൈലുകൾ അടക്കം സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഈ കമ്പനികൾക്കുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന S-400 എന്ന് പറയുന്ന കരുത്തിനുള്ളത്. അങ്ങനെ ഇത് ഉപയോഗിച്ചാണ് ഇത് നടന്നത്. ഇനി ഇതിൻ്റെ കരുത്ത് എന്താണെന്ന് കൂടി നോക്കാം. ഇപ്പോൾ 600 കിലോമീറ്റർ അകലെയുള്ളൊരു വസ്തുവിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 400 കിലോമീറ്ററൊക്കെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ അതിനെ വേധിക്കാനുള്ള, അതിനെ തകർക്കാനുള്ള ശക്തി ഇതിനുണ്ട്, കരുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ S-400 സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി S-400 എന്ന് പറയുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ സ്വന്തമാക്കിയ രാജ്യം ചൈനയാണ് 2014. എല്ലാ നേറ്റോ അംഗരാജ്യങ്ങൾക്കും ഞാൻ മനസ്സിലാക്കുന്നത് S-400 എന്ന് പറയുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്ന 5 ബില്യൺ കൊടുത്ത്, അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ 4 S-400 എന്ന് പറയുന്ന ഈ ക്വാഡ്രൻസിനെ വാങ്ങി സ്വന്തമാക്കിയതും. അതിപ്പോൾ അതിർത്തി മേഖലകളിലെ കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. ഇതൊരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ്. ഒന്നുമില്ലാതെ തന്നെ കൃത്യമായി ഇത് തന്നെ ഡിറ്റക്ട് ചെയ്ത് വരുന്ന മിസൈലുകളെയോ, അത് ക്രൂസ് മിസൈൽ ആണെങ്കിൽ പോലും ഏതാണ്ടൊരു വലിയ റേഞ്ച് അല്ലെങ്കിൽ കൂടി ഒരു ഇടത്തരം റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ പോലും തകർക്കാനുള്ള ശേഷി ഈ S-400 എന്ന കാര്യം ഓർക്കുക. ഒരു സെക്കൻഡിൽ 4.8 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും ഇതിനുള്ള മിസൈലുകളുടെ വേഗം കൂടി എന്നുകൂടി ആലോചിക്കുക. അപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ തന്നെ കൃത്യമായ ഡിറ്റക്ഷൻ നടക്കുകയും ആ ഒബ്ജക്റ്റിലേക്ക്, ആ മൂവിങ് ഒബ്ജക്റ്റിലേക്ക്, അത് ഡ്രോൺ ആണെങ്കിലും മിസൈൽ ആണെങ്കിലും അത് എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോയി അടിക്കുകയും അതിനെ തകർക്കാനുമുള്ള ശേഷി നമ്മുടെ S-400 ഉണ്ട് എന്നോർക്കുക. ഇതാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ സംവിധാനം ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണത്തെ ഇന്ത്യ ചെറുത്തത്. പിന്നീട് നടത്തിയ പ്രത്യാക്രമണത്തിലാണ് പാകിസ്ഥാനിൽ ഇത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്.